ഡയോസ് മാജിക് അവൻ പവേർഡ് ബൈ ക്രസ്റ്റ് ആൻഡ് ക്രബിലേക്ക് സ്വാഗതം. മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? നാടൻ വിഭവങ്ങൾ എന്ന് തന്നെയായിരിക്കും അല്ലേ? പക്ഷേ പലതരം വിഭവങ്ങൾ കഴിക്കാനും അല്ലെങ്കിൽ പലതരം ഐറ്റംസ്, പലതരം സ്വാദുള്ള വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ. എങ്കിലും നമ്മുടെ നാടൻ ടേസ്റ്റ്, ഇപ്പം മലയാളിക്ക് മദർ ടങ് മലയാളമാണ് അല്ലെങ്കിൽ അമ്മയുടെ ഭാഷയാണ് മലയാളം എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് നമ്മുടെ നാടൻ വിഭവങ്ങൾ. അക്കൂട്ടത്തിൽ മത്സ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒരു രണ്ടാം സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നോൺ വെജിറ്റേറിയൻ്റെ കാര്യത്തിൽ കോഴിക്കാണ്, ചിക്കൻ. അപ്പോൾ ചിക്കനും നമ്മളുടെ ഒരു പ്രധാന ഭക്ഷണമാണ്. അപ്പോൾ നല്ല നാടൻ രീതിയിലൊരു കോഴി കറി ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും? അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ചോദിച്ചാൽ ഒരു കപ്പയും കൂടി ഉണ്ടെങ്കിലോ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ കോഴിയും കപ്പയും എന്താ കോമ്പിനേഷൻ? അപ്പോൾ അത്തരമൊരു കാര്യം നമുക്ക് ചെയ്താലും. അപ്പോൾ കോഴി കുഴമ്പ് കറിയും വളരെ നാടനായിട്ട് അതിനോടൊപ്പം ഒരു കപ്പ മസാല. അപ്പോൾ കപ്പ മസാലയും കോഴി കുഴമ്പ് കറി, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഭവം. അപ്പോൾ ആദ്യം നമ്മൾക്കൊരു കോഴി കുഴമ്പ് കറി തയ്യാറാക്കാം. അത് കഴിഞ്ഞിട്ട് കപ്പ മസാലയും തയ്യാറാക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴി കുഴമ്പ് കറി ചേരുവകൾ: കോഴി ഇടത്തരം ഒരെണ്ണം 25 കഷ്ണങ്ങളായി മുറിച്ചത്. വറുത്തരയ്ക്കാനുള്ള ചേരുവകൾ: മല്ലി 3 ടേബിൾ സ്പൂൺ, വറ്റൽമുളക് 15 എണ്ണം, പിരിയൻ മുളകിൻ്റെ വറ്റൽമുളക് 10 എണ്ണം, കശകശ 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, എണ്ണ 2 ടീസ്പൂൺ, പട്ട 2 കഷ്ണം. ഇനി മറ്റു ചേരുവകൾ: തേങ്ങാപ്പാൽ 3 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില 2 തണ്ട്. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1/4 കപ്പ്, ഉലുവ 3/4 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് 1/2 കപ്പ്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്. ഇനി കപ്പ മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: കപ്പ 3/4 കിലോ, തൊലി കളഞ്ഞ് കൊത്തി വേവിച്ച് ഊറ്റിയെടുത്തത്, ചിക്കൻ്റെ ഗ്രേവി 1 കപ്പ്, തേങ്ങാപ്പാൽ 1 കപ്പ്, സവാള ചെറുതായി അരിഞ്ഞത് 2 ചെറുത്, ചെറിയ ഉള്ളി 10 എണ്ണം നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി 6 എണ്ണം നീളത്തിലരിഞ്ഞത്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമ്മൾക്ക് നമ്മുടെ നാടൻ കോഴി കുഴമ്പ് കറി തയ്യാറാക്കാം. അപ്പോൾ ഒരു കോഴി ഇവിടെ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇടത്തരം 1.5 കിലോ അല്ലെങ്കിൽ 1.6 ഒരു കോഴി എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഒരു 25 കഷ്ണങ്ങളായി മുറിക്കുക. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. കഴുകി നന്നായിട്ട് കുറച്ച് വിനാഗിരി ഉപ്പൊക്കെ ചേർത്ത് അല്പം നേരം പുരട്ടി ഒരു 5 മിനിറ്റ് പുരട്ടി വെച്ചിട്ട് കുറച്ച് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകിയ നല്ല വൃത്തിയായിട്ട് നല്ലൊരു ഗ്ലേസിങ് ഉണ്ട്, അതിനൊരു തിളക്കം ഉണ്ടാകും. പിന്നെ ഇനി നമ്മൾ നാടൻ രീതിയിലാണ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം നാടനായിക്കോട്ടെ. അപ്പം മല്ലിയും മുളകും ഒക്കെ വറുത്തരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ചീനച്ചട്ടിയോ നോൺ സ്റ്റിക്ക് പാനോ അടുപ്പിലേക്ക് വയ്ക്കും. അപ്പോൾ നമുക്കിനി തീ കത്തിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം എണ്ണ, 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയിൽ വറ്റൽമുളക് നമ്മൾ ടോട്ടൽ 25 വറ്റൽമുളക്. ഇതിപ്പോൾ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നല്ല എരിവുള്ളൊരു കറി. എരിവ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. ഇത് 15 വറ്റൽമുളകും അതോടൊപ്പം എണ്ണയാണ് എടുത്തിരിക്കുന്നത്. 15 വറ്റൽമുളക്. ഇതും വറ്റൽമുളക് തന്നെയാണ്, പക്ഷേ പിരിയൻ മുളകിൻ്റെ വറ്റൽമുളക്. പിരിയൻ എന്ന് പറഞ്ഞാൽ കാശ്മീരി റെഡ് ചില്ലീസ്. അപ്പോൾ ഇത് 10 എണ്ണം. ഇത് കറക്റ്റ് 1, 2, 3, 4, 5, 6, 7, 8, 10 പിരിയൻ മുളകിൻ്റെ വറ്റൽമുളകും 15 സാധാരണ വറ്റൽമുളക്. ഈ 2 കാര്യങ്ങളും. അതിനോടൊപ്പം ഒരു 3 വലിയ സ്പൂൺ മല്ലി, പച്ചമല്ലി, മല്ലിപ്പൊടിയല്ല, മല്ലി, 3 വലിയ സ്പൂൺ മല്ലി. പിന്നെന്താ ചേർക്കുന്നത്? കുരുമുളക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർക്കും, മുഴുവൻ കുരുമുളക്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6, 7, 8 ചെറിയ ഉള്ളി നീളത്തിൽ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു. ഇതെല്ലാം കൂടിയാണ് വറുക്കേണ്ടത്. ഇതിനോടൊപ്പം ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മല്ലി മൂക്കണം, മുളക് മൂക്കണം, എല്ലാ കാര്യങ്ങളും. ഉള്ളി ഒന്ന് വാടി, ഒരു മൂക്കില്ല പക്ഷെ ഒന്ന് വാടി കിട്ടും. കുരുമുളക് മൂക്കണം. പിന്നെ ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കും: കശകശ 1.5 ടേബിൾ സ്പൂണോളം കശകശ എന്ന് പറഞ്ഞാൽ ചെറിയ മുത്തുപോലെ ഇരിക്കുന്ന മസാല വാങ്ങുമ്പോൾ, മിക്സ്ഡ് മസാലയായിട്ട് വാങ്ങുമ്പോൾ അതിനകത്ത് മുത്തുപോലെ ഇരിക്കുന്ന കാര്യമാണ് കശകശ. കഷ്കഷാണ് അടുത്ത കാര്യം. ഇത്
ഇംഗ്ലീഷിൽ പോപ്പി സീഡ്സ് എന്ന് പറയും. പോപ്പി സീഡ്സ് അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, കുറച്ച് പട്ട 2 കഷ്ണം. 2 കഷ്ണം എന്ന് പറഞ്ഞാൽ 2 സിംഗിൾ കഷ്ണം അല്ല. നമ്മൾ സാധാരണ എപ്പോഴും 2 കഷ്ണം എന്നൊക്കെ പറയുമ്പോൾ പട്ട ഒരു 2 പീസ് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് നമ്മൾ. എന്നിട്ട് അതിനെ ഇങ്ങനെ ആക്കിയിടുക. അപ്പോൾ കുറച്ചൊരു 3-4-5 പീസ് ഉണ്ടാവും, ചെറിയ ചെറിയ പീസസ്. ഈ ചീളുകളായിട്ടാണ് ഇരിക്കുന്നത്, തടി കഷ്ണത്തിൻ്റെ ചീളുകൾ പോലെയാണ്. അപ്പോൾ അതൊരു 4-5 ചെറിയ ചെറിയ പീസസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർത്താണ് വറുക്കുക. വറ്റൽമുളകും ഒരു 15 സാധാരണ വറ്റൽമുളകും, 10 ബിരിയാണി മുളകിൻ്റെ വറ്റൽമുളകും, അങ്ങനെ എല്ലാം കൂടി 25 വറ്റൽമുളക്, 3 വലിയ സ്പൂൺ മല്ലിയും, പിന്നെ ഒരു 5, 6, 7 ചെറിയ ഉള്ളി 2ആയിട്ട് മുറിച്ചിടുക. കശകശ 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വലിയ സ്പൂണ്, പിന്നെ പട്ട ഒരു 2-3 പീസിനെ മുറിച്ചിടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ പാകത്തിന് മൂത്ത് ഒഴിച്ചു. അപ്പോൾ മല്ലി മൂത്തു, മുളക് മൂത്തു, കുരുമുളക് മൂത്തു, ഇപ്പോൾ എല്ലാം മസാലയൊക്കെ ഇങ്ങനെ മൂത്ത മണം വരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ രീതിയിൽ. പണ്ടൊക്കെ ഇങ്ങനെയല്ലേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ മല്ലിയും മുളകും ഒക്കെ വറുത്താണ് അരച്ചുകൊണ്ടിരുന്നത്. വറുത്ത് നല്ല അരകല്ലൊക്കെ അരച്ചെടുത്ത് അതിൻ്റെ സ്വാദ് വേറെയാണ്. മറ്റേ വിറകടുപ്പിൽ മൺചട്ടിയിലും ഓട്ടുപാത്രത്തിലും ഒക്കെ തയ്യാറാക്കുന്ന അതിൻ്റെ രുചി, ആ നാടൻ കോഴിയിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് വ്യത്യസ്തമായ രുചി തന്നെയാണ്. അത്രത്തോളമൊന്നും പറ്റിയില്ലെങ്കിലും നമുക്കതിൻ്റെ ചെറിയ രീതിയിലെങ്കിലും വല്ലപ്പോഴും ഒക്കെ ചെയ്യാമല്ലോ അല്ലേ. അതുകൊണ്ടാണ് നമ്മളൊരു മല്ലി മുളക് വറുത്ത് ഈ രീതിയിൽ ചെയ്യണം. ഇതെല്ലാം തന്നെ പൊടിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. പൊടി എല്ലാത്തിൻ്റെ പൊടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ, 2.5 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി, പിന്നെന്താ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഏതാണ്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ, അങ്ങനെ ഈ രീതിയിൽ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒന്ന് ചൂടാക്കിയിട്ട് വറുത്തരയ്ക്കുക. ചൂടാക്കുമ്പോൾ അത് വറുത്തതുപോലെയാണല്ലോ, മൂപ്പിച്ചിട്ട് അരച്ചെടുക്കുക. അങ്ങനെയും ചെയ്യാം മിക്സിയുടെ ചെറിയ ബൗളിൽ. അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ ഈ മുളകിൻ്റെയൊക്കെ ഞെട്ടിങ്ങനെ എടുത്ത് മാറ്റിയിട്ട് മൂത്തിരിക്കുകയല്ലേ, എളുപ്പത്തിൽ തന്നെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം മറ്റൊരു മുളകിൻ്റെ ഞെട്ടെല്ലാം മാറ്റിയിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. പറ്റുന്നിടത്തോളം മഷി പോലെ അരച്ചെടുക്കുക. എന്നിട്ട് ആ കല്ല് കഴുകിയ വെള്ളം അല്ലെങ്കിൽ മിക്സി കഴുകിയ വെള്ളത്തോട് കൂടി എടുക്കുക. അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മളുടെ മസാല അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് നമ്മളിപ്പോൾ വറുത്ത അരച്ച മസാലയാണ്. മല്ലി, മുളക്, കുരുമുളക്, മല്ലി 3 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, പിന്നെന്താ വറ്റൽമുളക് 25 എണ്ണം, കശകശ 1.5 ടേബിൾ സ്പൂൺ, പട്ട 2 വലിയ കഷ്ണം. ഇതെല്ലാം കൂടി വറുത്ത് അരച്ചതാണ്. നല്ല മണം, മസാലയ്ക്ക് നല്ല മണമാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? നമ്മൾ ഏത് പാത്രത്തിലാണോ ചിക്കൻ വേവിക്കുന്നത് ആ പാത്രം എടുക്കുക. എന്നിട്ട് ചിക്കൻ്റെ പീസസ് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അതിലേക്ക് മാറ്റുക. ഈ ചിക്കനിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ഇങ്ങനെ കുഴമ്പ് പോലെ അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് ചേർത്തിട്ട് ഇതിനോടൊപ്പം കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ചിക്കന് ആവശ്യമുള്ള മുഴുവൻ ഉപ്പ് എടുത്തിട്ടില്ല, ഏകദേശം കുറച്ച്. ഇനി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ പീസസിലെല്ലാം നമ്മുടെ മസാല ഇങ്ങനെ പുരണ്ട് വരട്ടെ. ലാവിഷായിട്ട് മസാലയുണ്ട്. ഈ ചിക്കനിലെല്ലാം പറ്റി പിടിച്ചിരിക്കാനുള്ള മസാല. നല്ല ബ്യൂട്ടിഫുൾ ചിക്കൻ ആക്കിക്കൊണ്ടിരിക്കുവാണ്. ചിക്കനെ അതിൻ്റെ മസാല പുരട്ടി ഇങ്ങനെ റെഡിയാക്കും. അപ്പോൾ ഇച്ചിരി നേരം. അപ്പോൾ ഇങ്ങനെ മസാല പുരട്ടി കഴിഞ്ഞാൽ കണ്ടല്ലോ മസാല പുരട്ടിയപ്പോൾ ശരിക്കും മുന്നിട്ട് നിൽക്കുന്നത് ആ മല്ലിയുടെയും മസാല കശകശയുടെയും പട്ടയുടെയൊക്കെ മണമാണ്. ഇനി ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ ഏറ്റവും നല്ലത്. കുറച്ച് നേരം മസാല പിടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വേവിച്ചാൽ മതിയാകും. 10-15 മിനിറ്റ് ഇങ്ങനെ മസാല പുരട്ടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തിരുന്ന് വേവിക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ ചിക്കനിൽ പുരണ്ട് നന്നായിട്ട് പിടിച്ച് ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില 1-2 കാര്യങ്ങൾ ചേർക്കാൻ ഞാൻ പറഞ്ഞല്ലോ. 2 കറിവേപ്പില കഷ്ണം ചേർക്കാം. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാൽ, നല്ല ഒരുപാട് കുറുകിയത് വേണമെന്നില്ല, ഒരു 2-ാം പാലിൻ്റെ ആ പാകത്തിനുള്ള, 3-ാം പാലിൻ്റെ അളവല്ല 2-ാം പാൽ, അപ്പോൾ തീരെ നടുക്കിയതല്ല, ഒരു വിധം കുറുകിയ തേങ്ങാപ്പാൽ ഒരു 3 കപ്പ്.
കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടാവും. കാര്യം എന്തായാലും ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ ഈ തേങ്ങാപ്പാലും എല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് വാട്ടർ ആയിരിക്കില്ലേ. പക്ഷെ നമുക്കിതിൻ്റെ ചാറ് കുറച്ച് വേണം. കാരണം നമ്മുടെ കപ്പ മസാലയ്ക്ക് നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയാണ് ഒരു പ്രധാന ചേരുവ. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവി എങ്ങനെ ഉണ്ടാകുന്നത്? അപ്പോൾ ഈ ചിക്കൻ കുഴമ്പ് കറിയിൽ നിന്നാണ് നമ്മൾ ആ ഗ്രേവി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ചാറ് വേണം. അതുകൂടാതെ നമ്മുടെ ചിക്കനും ചാറ് വേണ്ടേ, കുറച്ചൊക്കെ ചാറ് വേണ്ടേ. അപ്പോൾ രണ്ടും കൂടി കണക്കാക്കിയിട്ടാണ് 3 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചതും ഇനി ബാക്കി ചിക്കനിൽ നിന്ന് നടക്കുന്ന വെള്ളവും കൂടി ചേർന്ന് നല്ല ശരിക്കും നന്നായിട്ട് ഒരുപാട് ഗ്രേവി ഉള്ളൊരു കറി പോലെ. പിന്നെ ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേകണം. അപ്പോൾ അടുപ്പ് കത്തിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ തേങ്ങാപ്പാലും മസാലയും ചിക്കനും ഇപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, എല്ലാം കൂടി കിടന്നൊന്ന് വേഗട്ടെ. കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. നന്നായി വെന്ത കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വേഗണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ചിക്കൻ കുഴമ്പ് കറിയുടെ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ്. കോഴി വെന്ത് ചാറൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല മണം കണ്ടല്ലോ, കുറുകിയ ചാറായിട്ട് വന്നു കഴിഞ്ഞു. കഷ്ണങ്ങളൊക്കെ നല്ലൊക്കെ വെന്തു. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മൾ എണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ഇതിലെല്ലാം ഇങ്ങനെ കുറച്ച് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ടോ, അത് കോഴിക്കകത്തുള്ള ഫാറ്റാണ്. കുറച്ച് ഫാറ്റി ആയിട്ടുള്ള കോഴിയാണെങ്കിൽ ഇതുപോലെ കുറച്ച് എണ്ണയൊക്കെ ഇറങ്ങി വരും. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളായി. അപ്പോൾ തീ ഒരല്പം കുറച്ചിട്ട് എല്ലാ മണമാണ് ശരിക്കും നല്ലൊരു എന്താ പറയുക, ഒരു മസാല, വറുത്തരച്ച മസാലയുടെ മണം. ഇനി ഇതിൽ നിന്നും 1 കപ്പ് ഗ്രേവി നമ്മൾ മാറ്റാൻ പോവാണ്. ചാറ്, ഗ്രേവി എന്ന് വെച്ചാൽ അതിൻ്റെ ചാറാണ്. നല്ല കുറുകിയ ചാറ്, നല്ല ചിക്കൻ്റെ എല്ലാം നല്ല സത്തിറങ്ങിയ ചാറ് മാറ്റിക്കഴിഞ്ഞു. ഇതോടെ ഇരിക്കട്ടെ, ഒരു സൈഡിലേക്ക് വെക്കാം. കാര്യം നമ്മൾ നമ്മുടെ മസാല കപ്പ മസാലയിൽ ചേർക്കാനാണ്. അപ്പോൾ ഇനി ഇത് അടുപ്പിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ കപ്പ മസാല റെഡിയാക്കാൻ പോകണം. വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കാം. അതിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. കുറച്ച് കാര്യങ്ങളൊക്കെ താളിക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 6-7 അല്ലി വെളുത്തുള്ളി, അപ്പോൾ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ എന്ന് പറയാം. ഇത് നാടൻ വെളുത്തുള്ളിയാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നാടൻ ഈ ചൈന വെളുത്തുള്ളിയല്ലേ കിട്ടുന്നത്, പക്ഷേ നല്ല നാടൻ വെളുത്തുള്ളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ചേർത്ത് അതിനോടൊപ്പം അത് ചെറുതായിട്ട് മൂത്ത് ഒരു 6-7 കൊച്ചുള്ളി, അതും നീളത്തിനരിഞ്ഞ്, അത് ഏകദേശം ഒരു 1/4 കപ്പെന്ന് പറയാം. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ചെറിയ ഉള്ളി നല്ല ചൂടായി കിടക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില ഇടുന്നു. ചെറിയ ഉള്ളിയുടെ നിറമൊന്ന് മാറും, ഒരു ഇളം ബ്രൗൺ കളറാകാൻ തുടങ്ങണം. അപ്പോൾ പാകത്തിനെല്ലാം മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി, ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഗ്രേവി, ചിക്കൻ അതായത് ചിക്കൻ വെന്ത മസാലയാണിത്. അതിൽ നിന്ന് 1 കപ്പ് നമ്മൾ മാറ്റിയില്ല, അതാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. ഇതിനോടൊപ്പം ഇത് നമ്മൾ 1 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ, കുറുകിയ തേങ്ങാപ്പാലും ചേർത്ത് ഇപ്പോൾ എന്തായാലും ഉപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവില്ലേ, തേങ്ങാപ്പാൽ ഒഴിച്ചു, പിന്നെ 1 കപ്പ് ഗ്രേവിയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. അപ്പം നല്ല കുറുകിയൊരു ഗ്രേവിയായി. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ, നല്ല വേകുന്ന കപ്പ, ഏകദേശം ഒരു 3/4 കിലോയോളം ഉപയോഗിക്കുക. 1/2 മുതൽ 3/4 കിലോ വരെ. നല്ല ഇച്ചിരി ഉപ്പ് ചേർത്ത് വേവിച്ച് ഊറ്റിയെടുത്താണ്. നല്ല മാവുള്ള കപ്പയാണ്. അത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ കപ്പ കൃഷിയൊക്കെ തുടങ്ങാം. ഇപ്പോൾ ടെറസ് കൃഷിയൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം ഒരു കപ്പയൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാനെല്ലാം പറ്റും. അതിൽ നിന്ന് ആവശ്യത്തിന് കപ്പ ഉണ്ടാക്കാം. അല്ലെങ്കിലും വാങ്ങാൻ എളുപ്പത്തിന് കിട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിൽ വരെ കപ്പയുണ്ട്.
എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് കപ്പ. കപ്പ ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ എല്ലാവരും പോപ്പുലർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മലയാളിക്ക് എന്നും കപ്പ ഇഷ്ടമാണ്. ആ ഒരു സ്വാദ് നമ്മുടെ നാവിൻ തുമ്പിലുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഈ ഗ്രേവിയിലേക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി കിടന്നൊന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാം, അതായത് സവാള അരിഞ്ഞത്. 2 ചെറിയ സവാള അല്ലെങ്കിൽ വലിയ ഒരു സവാള, ഇടത്തരമാണെങ്കിൽ ഒരു 1.5 സവാള എടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ്. ഇത് നമ്മൾ വഴറ്റിയൊന്നും ചേർക്കുന്നില്ല, അല്ലാണ്ട് ചേർക്കുക. അല്ലാണ്ട് വെറുതെ ഇതിനകത്തിട്ട് വേവിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കി നെയ്ച്ചിട്ടൊക്കെ കൂടി ചേർത്ത് കൊടുക്കും. നമ്മൾ കപ്പ മസാല ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു. നമ്മളുടെ ഇപ്പോൾ സവാള അരിഞ്ഞതും കൂടി ചേർത്തു. അപ്പോൾ സവാളയും കൂടി കിടന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് വേഗട്ടെ. അത് വഴറ്റി ചേർക്കുകയല്ല, വെറുതെ അരിഞ്ഞിടുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇടുന്ന പോലെ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊരു 5 മിനിറ്റും കൂടി അടുപ്പിൽ കിടക്കട്ടെ. ആ സവാള ഒന്ന് വെന്ത് കിട്ടണം, അത്രേ ഉള്ളൂ. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക, എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ കപ്പ നല്ല വേകുന്ന കപ്പയാണെങ്കിൽ കുറേയൊക്കെ ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് പേസ്റ്റ് കൊടുത്ത് ഇങ്ങനെ ഒരു കുറച്ച് സെമി ലിക്വിഡായിട്ട് കിട്ടും. അപ്പോൾ കപ്പ മസാലയുടെ തീ ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇരുന്നൊന്ന് വറ്റിക്കോളും. നന്നായിട്ട് സവാളയൊക്കെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി. പിന്നെ നമ്മളുടെ ചിക്കൻ വഴട്ട് കറിയുടെ ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പോൾ കുറച്ച് ഗ്രേവിയോടുകൂടി ഇങ്ങനെ ചിക്കൻ വെന്ത് റെഡിയായിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ചിക്കനെ അടുപ്പിൽ നിന്നും മാറ്റിയിട്ട് മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വരും. എന്നിട്ട് കുറച്ച് താളിക്കൽ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ചിക്കൻ വഴട്ട് കറി റെഡിയാവുള്ളൂ. അപ്പോൾ നമ്മളുടെ കപ്പ മസാല മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി. ഇനി നമ്മളുടെ ചിക്കൻ വഴട്ടുകറി എന്നും വിളിക്കാം, പിന്നെന്താ കുഴമ്പ് കറി എന്നും പറയാം. അപ്പോൾ നമ്മളുടെ കുഴമ്പ് കറി അല്ലെങ്കിൽ വഴട്ടുകറി, എന്തായാലും ചിക്കൻ കുഴമ്പ് കറി നമ്മൾ അടുപ്പിൽ നിന്നും ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ച് തീ ഓഫ് ചെയ്തിട്ട് വെച്ചിരിക്കുവാണ്. അതിൻ്റെ അവസാനം എനിക്ക് വേണ്ടി ചെയ്യാൻ പോവാണ്. മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഇച്ചിരി ഏറെ, ഏകദേശം ഒരു 1/4 കപ്പെന്ന് പറയാം, എണ്ണ ഒഴിച്ചു. അപ്പോൾ എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ 1 ടീസ്പൂൺ കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. അതിനോടൊപ്പം ഒരു 3/4 ടീസ്പൂൺ ഉലുവ, 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ആകാം. അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പില, അത് നമ്മൾക്ക് മുഴുവനോടെ വേണമെങ്കിലും 1-2 പീസ് ഇടാം. അപ്പോൾ ഉലുവയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഉലുവയും മൂത്തു പൊട്ടി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ്. ഇനി നമ്മൾ ചെറിയ അല്ലി വെളുത്തുള്ളി നാടൻ, അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ എന്ന് പറയാം. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കടുക്, ഉലുവ. കടുക് 1 ടീസ്പൂൺ, ഉലുവ 3/4 ടീസ്പൂൺ, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെന്താ ചേർത്ത് വെളുത്തുള്ളി അല്ലി ഒരു 6-7 അല്ലി നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. ഇനിയാണ് നമ്മൾ പ്രധാന കാര്യം ചേർക്കുന്നത്. എന്തായി നമ്മുടെ കൊച്ചുള്ളി, സാമ്പാറിലൊക്കെ ചേർക്കുന്ന ചെറിയ ഉള്ളി ഏകദേശം ഒരു 1/2 കപ്പോളം. ചില കൂടിയാലും കുഴപ്പമില്ല, 1 കപ്പ് വരെ ചേർക്കാം. സ്വാദാണ്. 1/2 മുതൽ 1 കപ്പ് വരെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കാം. ഒരെണ്ണത്തിന് 2-3 മുറിച്ച് ചേർക്കാം, എങ്ങനെ വേണമെങ്കിൽ. കൊച്ചുള്ളിയാണ് ഇതിൻ്റെ സ്വാദ്. അപ്പോൾ നമുക്ക് സമയമുള്ളതുപോലെ ഒരു കപ്പൊക്കെ നമുക്ക് തൊലിച്ചെടുത്ത് അരിയാൻ പറ്റിയാൽ വളരെ നല്ലത്. ഒരു 20-25 ചെറിയ ഉള്ളി അതിൻ്റെ തൊലി കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞത്. ഒരുപാട് കനം കുറച്ച് നീളത്തിൽ അരിയല്ല, ഇച്ചിരി കനത്തോടു കൂടി അരിഞ്ഞെടുക്കും. ഇതെല്ലാം കൂടി കിടന്നൊന്ന് പാകത്തിന് നോക്കട്ടെ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകാൻ തുടങ്ങട്ടെ. അപ്പോൾ നല്ല മണമൊക്കെ വരും. അപ്പോൾ തന്നെ മണമൊക്കെ വന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. ഇപ്പോൾ നമ്മളുടെ ചെറിയ ഉള്ളിയും കൊച്ചുള്ളിയും വെളുത്തുള്ളി എല്ലാം പാകത്തിന് മൂത്ത് നല്ലൊരു മണമൊക്കെ ആയിക്കഴിഞ്ഞു. എനിക്ക് ഒരല്പം കുറയ്ക്കാം. നല്ല മണം എന്ന് വെച്ചാൽ നല്ല മണം പറഞ്ഞറിയിക്കാൻ നല്ല മണമാണ്.
ഇതാണ് ആ കറക്റ്റ് പാകം. ഈ ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് തന്നെ, ഒരു സ്വർണ്ണ നിറം ആകുമ്പോൾ തന്നെ നമ്മൾ തീ കുറച്ചിട്ട് നമ്മുടെ ചിക്കൻ കുഴമ്പ് കറി അതിൻ്റെ അരപ്പോട് കൂടി, കുറച്ച് ചാറുണ്ട്, ആ ചാറോട് കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. കാര്യങ്ങളെല്ലാം, അതായത് നമ്മളിപ്പോൾ വഴറ്റിയെടുത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ കുഴമ്പ് കറിയിലെ എല്ലാ ഭാഗത്തേക്കും എത്തണം. അപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ആ ഉലുവയുടെയും ഒക്കെ മണം ഇതിലേക്ക് കിട്ടും. മണവും രുചിയും ഒക്കെ ഈ ചാറിലേക്ക് കിട്ടണം. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. വീണ്ടും നമ്മളുടെ അരപ്പൊക്കെ തിളച്ചു. മസാലയുടെ കൂടെ, അതായത് താളിച്ച കാര്യങ്ങളുടെ കൂടെ കിടന്ന് നമ്മുടെ ചിക്കൻ കുഴമ്പ് കറി ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുക. ഭയങ്കര മണമാണ്, ശരിക്കും നല്ല മണം, പറയാതിരിക്കാൻ വയ്യ. ഞാൻ മണത്തിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല കുറുകിയ ചാറോടുകൂടി നമ്മുടെ കുഴമ്പ് കറി അല്ലെങ്കിൽ വയറ്റ് കറി റെഡിയായി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും വിളിക്കാം. കുഴമ്പ് കറി എന്നോ കുഴമ്പ് പോലെ ഇരിക്കുന്ന ചാറ്, വയറ്റ് കറി എന്ന് പറഞ്ഞാൽ വഴണ്ടിങ്ങനെ വരുന്നൊരു പാകം. ഇനി തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇലയിൽ തന്നെയാണിത് വിളമ്പാൻ പോകും. നമ്മളെങ്ങനെ വിളമ്പുന്നത് നോക്കാം. അപ്പോൾ നാടനല്ലേ, അപ്പോൾ നാടൻ രീതിയിലൊരു വാഴ ഇലയിൽ തന്നെ നമുക്കിത് വിളമ്പാം. കുറച്ച് നമ്മളുടെ കപ്പ മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ നാടൻ രീതിയിലുള്ള 2 കാര്യങ്ങൾ ഒരേ സമയം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാം നമ്മളുടെ ചിക്കൻ കുഴമ്പ് കറിയും അതിനോടൊപ്പമുള്ള കപ്പ മസാല. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമൊക്കെ ഏറ്റവും നല്ല സമയമാണിത് ഉണ്ടാക്കാനായിട്ട്. വീട്ടിൽ സമയം കിട്ടുമ്പോൾ ഇതൊറ്റ കാര്യം മതി. ഇതിനോടൊപ്പം ഒരല്പം ചോറും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ലഞ്ച് കഴിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാം.